സെറ്റ് ചെയ്തോണ്ടിരിക്കുന്നത്. ഫസ്റ്റ് എന്താ ചെയ്യാൻ പോകുന്നത്? മറ്റേ ചോക്ലേറ്റ് എക്ലേഴ്സ് ആദ്യം ബേക്ക് ചെയ്യാൻ പോവാണ്. ബേക്കിങ്ങിനെ കുറിച്ച് വലിയ ധാരണയില്ല. അന്ന് കേക്ക് റൗണ്ടിലായാലും കേക്ക് കുറച്ച് കട്ട് ചെയ്ത്. പക്ഷേ ഇതിന് വേറെ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. കൃത്യമായ റെസിപ്പിയാണ്, ട്രൈഡ് ഔട്ട് റെസിപ്പിയാണ്. അതുകൊണ്ട് ചെയ്ത് നന്നായി വന്നിട്ടുള്ളതാണ്. ഇത് അതുപോലെ ഫോളോ ചെയ്താൽ മതി. പ്രത്യേകിച്ച് ട്രെയിനിങ് ഒന്നും വേണ്ട ഇതിന്. ആൻഡ് ഗുലാബ് ജാമിൻ്റെയും ടെക്സ്ചർ സോഫ്റ്റ് ആകുന്നത്, സോഫ്റ്റ് ആയിരിക്കണം, എല്ലാം അതൊക്കെയാണ് നോക്കുന്നത്. ഓക്കെ, എന്തായാലും റെഡിയായി ചെയ്യാം. ഓക്കെ, താങ്ക്സ്. നമസ്കാരം. അപ്പോൾ ഫൈനലിലെത്തി നിൽക്കുകയാണ്. കിച്ചൺ മാജിക്കിൽ വരുമ്പോൾ ഒരിക്കലും പ്രതീക്ഷയല്ല ഫൈനലിലേക്ക് എത്തുമെന്ന്. എന്നാലും ഫൈനലിലെത്തിയതിലും ഇത്രയും നാളും നിങ്ങൾക്ക് പല പല വിഭവങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചതിലും ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് റെസിപ്പി അടക്കം 2 ഡിഷസ് തന്നേക്കാണ്. ഒന്ന് ഗുലാബ് ജാമുനും ചോക്ലേറ്റ് എക്ലേഴ്സും. അപ്പോൾ ഗുലാബ് ജാമുൻ നമ്മളെല്ലാവരും ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളത് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഗുലാബ് ജാമുൻ്റെ ശരിക്കുള്ള പ്രോസസ്സൊന്നും എനിക്കറിയില്ലായിരുന്നു. ശരിക്കും ഇപ്പോൾ റെസിപ്പി കിട്ടിയപ്പോൾ മനസ്സിലായി ഇത് ഇത്തിരി പാടാണെന്നുള്ളത്. പിന്നെ ചോക്ലേറ്റ് എക്ലേഴ്സ് അത് നമ്മൾ ഷോപ്പിലൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടെങ്കിലും ഉണ്ടാക്കി നോക്കിയിട്ടില്ല. എനിക്ക് ബേക്കിംഗ് ഇത്തിരി പുറകോട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ എന്തായാലും ഞാനിന്ന് ആദ്യം ഉണ്ടാക്കാൻ പോകുന്നത് ചോക്ലേറ്റ് എക്ലേഴ്സാണ്. അപ്പോൾ ചോക്ലേറ്റ് എക്ലേഴ്സിന് വേണ്ടത് 3/4 കപ്പ് മൈദ, 3 മുട്ട, വെണ്ണ 6 ടേബിൾ സ്പൂൺ, ഉപ്പ്, ജാതിക്ക പൊടിച്ചത്, വെള്ളം. അപ്പോൾ ആദ്യം മൈദ മാവും ജാതിക്കാപ്പൊടിയും ഉപ്പും ഒന്നിച്ച് നമുക്ക് ചേർക്കാം. 3/4 കപ്പ് മൈദ മാവാണ്. അത് ഞാൻ എന്താ ഒരു അരിപ്പയിലാക്കിയിട്ട് നല്ലോണം പൊടിയൊന്നുമില്ലാണ്ട് ആഡ് ചെയ്തു. ഇനി ഇതിലേക്ക് ജാതിക്ക ചേർക്കണം. ജാതിക്ക നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ഈ സമയത്ത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 3/4 കപ്പ് വെള്ളവും ബട്ടറും നല്ലോണം മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ 3/4 കപ്പ് വെള്ളവും ബട്ടറും ഒരുമിച്ച് തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് റെസിപ്പിയിൽ പറഞ്ഞേക്കണേ. അതിനകത്ത് ഒരു പാത്രം വെച്ചു. ഇതിലേക്ക് 3/4 കപ്പ് വെള്ളം ഒഴിക്കാണ്. അതിലേക്ക് 6 ടേബിൾ സ്പൂൺ ബട്ടർ നേരത്തെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്, അതും കൂടെ ചേർക്കുക. ബട്ടറും വെള്ളവും നല്ലോണം വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ തീ ഓഫ് ചെയ്തിട്ട് ഈ മാവ് ഇതിൽ നല്ലോണം കട്ടയില്ലാണ്ട് നമുക്ക് കുഴച്ചെടുക്കണം. ഈ മിശ്രിതം ഒരു 5 മിനിറ്റ് ചെറു തീയിൽ ഒന്ന് കട്ടയില്ലാണ്ട് ഇളക്കിയെടുക്കണം. നമ്മളിപ്പോൾ ആ മിക്സ് റെഡിയാക്കി കഴിഞ്ഞു. ഇതിനകത്തേക്ക് ഒരു മുട്ട ആദ്യം പതപ്പിച്ച് ചേർക്കണം. ഇതിലേക്ക് ഈ പതപ്പിച്ച ഒരു മുട്ട നമുക്ക് ചേർക്കാം. ഇനി ഇത് നല്ലോണം മിക്സ് ചെയ്യണേ. രണ്ടാമത്തെ മുട്ടയും മിക്സ് ചെയ്ത് ഇതിലേക്ക് ചേർക്കാം. നല്ലോണം മിക്സ് ചെയ്യുക. മൂന്നാമത്തെ മുട്ടയെ നമുക്ക് പതപ്പിച്ച് ഇതിലേക്ക് ചേർക്കാം. മൂന്നാമത്തെ മുട്ട നല്ലോണം ബീറ്റ് ചെയ്തു, അതും കൂടി ഈ മിക്സിലേക്ക് ചേർക്കാം.
ഇതും നേരത്തെ ചെയ്ത പോലെ തന്നെ നല്ലോണം മിക്സ് ചെയ്യാം. ഇപ്പോൾ 3 മുട്ടയും നമ്മൾ ഓരോന്നായിട്ട് പതപ്പിച്ച് ഈ മിക്സിലേക്ക് ചേർത്തു. ഇനി ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേക്കിംഗ് ഓവനിൽ 30 മിനിറ്റ് 160 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ ഇത് ബേക്ക് ചെയ്തെടുക്കണം. ഇത് നമുക്ക് ട്രേയിലേക്ക് മാറ്റി ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. ബേക്കിംഗ് ട്രേ ഗ്രീസ് ചെയ്തിട്ട് നമുക്കിത് ഓരോ സ്കൂപ്പായിട്ട് ഇതിലിടാം. ഇത് നമുക്ക് ഓരോ ടേബിൾ സ്പൂൺ വീതം ഇതിലേക്ക് സ്കൂപ്പായിട്ടിടാം. ഇനി ഈ ബേക്കിംഗ് ട്രേ നമുക്ക് 30 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കാം. ഇത് ബേക്ക് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് ഗുലാബ് ജാമുനുള്ള മാവ് കുഴച്ചെടുക്കാം. അപ്പോൾ അതിലേക്ക് വേണ്ട കാര്യങ്ങൾ ബേബി മിൽക്ക് പൗഡർ 1 കപ്പ്, മൈദ 3 ടേബിൾ സ്പൂൺ പ്ലസ് ബേക്കിംഗ് പൗഡർ ഒരു 1/4 ടീസ്പൂൺ, പിന്നെ കോൺഫ്ലവറും സോഡാപ്പൊടി എണ്ണയും വെള്ളം ഇത് വെച്ചിട്ട് ഒരു മാവ് നമുക്ക് കുഴച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഗുലാബ് ജാമുന് മാവ് മിക്സ് ചെയ്യാൻ പോവാം. അപ്പോൾ അതിലേക്ക് ആദ്യം 3 ടേബിൾ സ്പൂൺ മൈദ മാവും അതുപോലെ അതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ചേർക്കണം. അപ്പോൾ 3 ടേബിൾ സ്പൂൺ മൈദ ചേർത്തു. 3 ടേബിൾ സ്പൂൺ മൈദ, അതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ. ഇതിലേക്ക് ഇനി നമുക്ക് മെഷർ ചെയ്ത് വെച്ചിരിക്കുന്ന മിൽക്ക് പൗഡറും കൂടെ ചേർക്കാം. 2 ടീസ്പൂൺ കോൺഫ്ലവർ ചേർക്കാം. സോഡ പൗഡറും ഒരു 1/4 ടീസ്പൂൺ ചേർക്കണേ. ഇനി ഇത് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം സ്പൂൺ വെച്ചിട്ട്. ഇതിലേക്ക് ഒരു 3 മുതൽ 4 ടേബിൾ സ്പൂൺ വരെ വെള്ളം ഒഴിച്ച് കുറേശ്ശെ നല്ലോണം കുഴച്ചെടുക്കാനാണ് പറഞ്ഞേക്കണം. അപ്പം വെള്ളം ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ഗുലാബ് ജാമുനുള്ള മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ചെറിയ ഉണ്ടകളാക്കിയിട്ട് എണ്ണയിൽ വറുത്ത് കോരണം. അതുപോലെ സെയിം ടൈം ഷുഗർ സിറപ്പിലേക്ക് ഇടണം. അപ്പോൾ ആദ്യം ഞാൻ ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ പോവാം. ഷുഗർ സിറപ്പിന് 3 കപ്പ് വെള്ളം ഒരു പാത്രത്തിലേക്ക് ഒഴിക്കണം. മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ചു. ഇതൊരു കിലോ ആണ്. ഇതിൻ്റെ പകുതി നമുക്കിതിലേക്ക് ഇടാം. ഇതിവിടെ തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് അടുത്ത ഇതിൽ ഗുലാബ് ജാമുൻ വറുക്കാനുള്ള എണ്ണ റെഡിയാക്കാം. നമുക്ക് 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതിലാണ്. ഏലക്കാപ്പൊടി ചേർത്തു. ഇനി അടുത്ത ചേർക്കേണ്ടത് നാരങ്ങാനീരും ഒരു 1/4 ടേബിൾ സ്പൂൺ നാരങ്ങാനീര്. ഞാൻ ഇപ്പോൾ നമ്മുടെ ഗുലാബ് ജാമുൻ്റെ ബോൾസ് നല്ലോണം ഉണ്ടാക്കിയെടുക്കുകയാണ്. നമ്മുടെ ഷുഗർ സിറപ്പിലേക്ക് ഒരു 1.5 ടീസ്പൂൺ അതെ
1.5 ടീസ്പൂൺ റോസ് വാട്ടറും കൂടെ ചേർക്കാൻ പോവാണ്. നമ്മുടെ ഷുഗർ സിറപ്പ് റെഡിയായി. ഇനി നമുക്ക് ഈ ഗുലാബ് ജാമുൻ നല്ലോണം ഫ്രൈ ആയത് ഇതിലേക്ക് ഇടാം. ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ള ബോൾസ് നമുക്ക് പൊഴിച്ചെടുക്കാം. മാക്രൂൺസ് ഏകദേശം റെഡിയായി. എന്നാലും ഒരു ഇച്ചിരിയും കൂടെ ബ്രൗൺ ആവണം എന്ന് എനിക്ക് തോന്നുന്നു. ഇത് കണ്ടിട്ടില്ല, അതുകൊണ്ട് പിന്നെ പാകം എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുവിടാം. എന്തായാലും ഒരു 5 മിനിറ്റും കൂടെ നമുക്കിതൊന്ന് ഹീറ്റ് ചെയ്യാം. ഇനി നമുക്ക് അടുത്ത സെറ്റ് വറുത്തെടുക്കാം. നമ്മുടെ ഗുലാബ് ജാമുൻ റെഡിയായി. ചോക്ലേറ്റ് എക്ലെയേഴ്സിനുള്ള ബാക്കി പരിപാടികൾ ചെയ്യണം. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനിയിപ്പോൾ നമുക്ക് ആദ്യം ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം ഇപ്പോൾ ഡബിൾ ബോയിൽ ചെയ്യാൻ പോവാം ചോക്ലേറ്റ്. അപ്പോൾ അതിനൊരു 3 ടേബിൾ സ്പൂൺ വെള്ളം ഇതിലേക്ക് ചേർക്കാം. ഇത്തിരിയും കൂടെ വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്യാം. നമ്മുടെ ചോക്ലേറ്റ് റെഡിയായി. ഇനി അടുത്തത് ഇതിലേക്ക് നമുക്ക് ഇതിനുള്ള ക്രീം ഫില്ലിങ് ഉണ്ടാക്കാൻ പോണം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ നമുക്ക് ആദ്യം ആഡ് ചെയ്യാം. അപ്പോൾ നമുക്കിനി ബട്ടറും ഐസിങ് ഷുഗറും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം നമുക്ക് ബട്ടർ ഒന്ന് അടിച്ചെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഐസിങ്ങും മിക്സ് ചെയ്യാം. ഇതിനകത്തേക്ക് 1 കപ്പ് ഐസിങ് ഷുഗർ ചേർക്കാം. നമ്മുടെ മാക്രൂൺസ് റെഡിയായി. മാക്രൂൺസ് എന്നാണ് ഞാൻ വിളിക്കണേ. മൈദ വെച്ചിറക്കിയ സാധനം റെഡിയായി. ഇനിയിപ്പോൾ ഇത് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഈ ക്രീം ഫില്ലിങ് വെച്ച് ചോക്ലേറ്റ് സോസും അതിൻ്റെ മേത്ത് വെച്ചിട്ട് വേണം സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം നമുക്കിതൊക്കെ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ ക്രീം ഫില്ലിങ് വയ്ക്കാം. നമ്മളിനി നമ്മുടെ ചോക്ലേറ്റ് എക്ലെയർസ് പ്ലേറ്റ് ചെയ്യാൻ പോവാം. ഇവിടെ ഞാൻ നമ്മൾ ബേക്ക് ചെയ്തെടുത്ത കുക്കീസ് പോലത്തെ അതിൻ്റെ ഉള്ളിൽ ക്രീം ഫില്ലിങ്ങും ചേർത്തിട്ട് അതിൻ്റെ ഒരു ക്രീം ബിസ്ക്കറ്റൊക്കെ പോലെ ആക്കി എടുത്തിട്ടുണ്ട്. അത് ഓരോന്നായിട്ട് വെച്ചു. ഇനി നമുക്ക് അടുത്തത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്ലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് എക്ലെയർസ് ഇല്ലേ, അതിൻ്റെ മേലേക്ക് നല്ല തിക്ക് ഡാർക്ക് ചോക്ലേറ്റ് സോസ് ഒഴിക്കണം. അപ്പോൾ അതിന് ഞാൻ ഡാർക്ക് ചോക്ലേറ്റ് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച സോസ് ഒന്നും കൂടെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുക. ഇതിലേക്കൊരു അല്പം ചൂടുവെള്ളം ഒഴിച്ചു.
ഗുലാബ് ജാമുൻ റെഡിയാക്കി വെച്ചിരുന്നു. അതും ഞാൻ സെർവ് ചെയ്യാൻ പോവാം. ഇതാ ശാരദ ഏതാണ്ട് ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞു അല്ലേ? കഴിഞ്ഞു. പ്രോഫിറ്റ് റോൾസിനെ മൊത്തം ഒരു ചോക്ലേറ്റ് ബോളാക്കി മാറ്റിയോ? ഞാനിതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ എൻ്റെ ഒരു ഐഡിയയിൽ ചെയ്തത് ഇങ്ങനെയാണെന്ന് എനിക്കറിയില്ലായിരുന്നു. കഴിച്ചിട്ടുണ്ടെന്നല്ലേ പറഞ്ഞത്? ഇല്ല കഴിച്ചിട്ടില്ല. ഇതുപോലത്തത് കഴിച്ചിട്ടുണ്ടെന്നല്ലോ. പ്രോഫിറ്റ് റോൾസ് ഇതുവരെ കഴിച്ചിട്ടില്ല. ഗുലാബ് ജാമിനെ കുറിച്ച് എങ്ങനെയാണ് അഭിപ്രായം വന്നത്? നന്നായി വന്നോ? കുഴപ്പമില്ലാണ്ട് വന്നു. ഓക്കെ, നോക്കാം നമുക്ക് അല്ലേ. എന്തായാലും ചെയ്ത് കഴിഞ്ഞു. ഓക്കെ.